യുദ്ധം യഹോവയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറ, എന്റെ ദൈവം എന്റെ കൈകളെ അതിനു വേണ്ടി അഭ്യസിപ്പിക്കൂ. എന്റെ ദൈവമേ വിരലുകളെ. ആരുടെയൊക്കെയോ വിരലുകളെ ദൈവം ഇന്ന് പകൽ അഭ്യസിപ്പിക്കുകയാ. കയ്യ ദൈവം ഇന്ന് അഭ്യസിപ്പിക്കുകയാ. ഒരധികാരത്തെ കരത്തിനകത്തേക്ക് എന്നോട് ആത്മാവ് പ്രവചിക്കുന്നു. നീ കരമുയർത്തുമ്പോ നിന്റെ വീടിനകത്ത് ചില ദൈവ പ്രവൃത്തികൾ ഇനിയും തുറക്കുവാൻ ഈ കരത്തിനകത്തേക്ക് ഞാൻ അഭിഷേകത്തെ തുറന്നിടുന്നു. എന്നോട് ആത്മാവ് പ്രവചിക്കുന്നു. തോട്ടിൽ നിന്നെടുത്ത കല്ലാണ്, പക്ഷെ ആ കല്ലിനകത്തോ ദാവീദിന്റെ മേൽ വീണ അഭിഷേകം ചലിച്ചപ്പോൾ, ദാവീദിന്റെ മേൽ വീണ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ, അപ്പുറത്തു നിന്നും വെല്ലുവിളിച്ച ശക്തിയെ തോൽപ്പിക്കുവാൻ ഒരധികാരം ആ കരത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് നിന്റെ കരത്തിനകത്ത് അതേ അഭിഷേകത്തിന്റെ പകർച്ച യേശുവിന്റെ നാമത്തിൽ. കാടിനകത്തുനിന്ന് വന്നത്, പക്ഷെ ഞാൻ നിന്റെ ദാസൻ ആണെന്ന് തെളിയിക്കണം. ഹല്ലേലൂയ. ഞാൻ മുന്നേ പറഞ്ഞു, പഴയ നിയമത്തിൽ ദാസനായപ്പോൾ പുതിയ നിയമം വന്നപ്പോൾ ഞാൻ പുത്രനായി. ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശത്തെ എന്റെ ദൈവം എനിക്ക് വേണ്ടി നൽകി. എങ്ങനെയാണെന്ന് അറിയാമോ? കാൽവറി ക്രൂശ് എനിക്ക് വേണ്ടി യാഗമായി, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഇല്ലാതായി, എനിക്ക് വേണ്ടി ക്രൂശിൽ മൗനമായിരുന്നു. എന്നിട്ട് ആ അഭിഷേകത്തിന്റെ ശക്തിയെ, ആ ക്രൂശിന്റെ ശക്തിയെ എന്റെ മൺകൂടാരത്തിനകത്ത് ദൈവം ആക്കി വെച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്റെ ശരീരത്തിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പുത്രനായതുകൊണ്ട്, ഹല്ലേലൂയ, പുത്രത്വത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഹല്ലേലൂയ നിന്റെ അകത്ത് ഈ അഭിഷേകത്തെ പകർന്നു തന്നു. അതുകൊണ്ട് ഏലിയാവ് പറയുന്നത് പോലെ, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ വിളിച്ചിറക്കിയപ്പോൾ പുതിയ നിയമത്തിൽ പറയുക, ഏലിയാവ് നിനക്ക് സമസ്വഭാവമുള്ള. ഇന്ന് ആത്മാവിൽ പറയാമോ? ഏലിയാവ്, ഹല്ലേലൂയ, എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അദ്ദേഹം പ്രവചിച്ചപ്പോൾ ആ ദൈവ മനുഷ്യൻ നാവുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, നാവിനകത്തെ അഭിഷേകത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ